മുന്നറിയിപ്പുകൾ എത്രത്തോളം കൃത്യമാണ്? ജനങ്ങൾക്കിനിയും എന്തൊക്കെ അറിയണം? ഇതൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നു. ഇതൊക്കെ ആധികാരികമായി പ്രേക്ഷകരോട് പറയാൻ IMD ഡയറക്ടർ ശ്രീമതി നീത കെ ഗോപാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ. ഗുഡ് മോർണിംഗ് ശ്രീമതി നീത, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു മഴ ദുരിതത്തിന് മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ. 6-7 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോഴും മഴക്കെടുതികൾ ഒഴിഞ്ഞിട്ടില്ല. പലയിടത്തും മഴ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ മഴയുടെ ഒരു പുതിയ പാറ്റേൺ, അതിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം ശ്രീമതി നീത? നമുക്ക് പരിചിതമായ ഒരു കാലവർഷമല്ല ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ളത്. ഇപ്പം സേതു സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയ സമയത്തില് അതിശക്തമായ മഴ പെയ്യുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങളിലേക്ക് മഴ പെയ്യാതിരിക്കുക, പെട്ടെന്ന് വീണ്ടും മഴ പെയ്യുന്ന മഴ അതിശക്തമായിട്ട് ദുരന്തങ്ങൾ വിതച്ച് കടന്നു പോകുന്നു. അത് ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നമ്മളും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ നമ്മൾക്കും അതിന്റെ അനുഭവങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് അത്. നമ്മൾ പ്രത്യേകിച്ചും ഈ എന്റെ ജനറേഷൻ അല്ലെങ്കിൽ എന്നെക്കാളും പഴയ ആളുകൾ, സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും മഴക്കാലം എന്ന് പറയുന്ന ഓർക്കുന്നത് സ്ഥിരമായി നിന്ന് പെയ്യുന്ന, സ്റ്റഡിയായി പെയ്യുന്ന മഴയാണ്. അപ്പം ഇതുപോലെ അപകടങ്ങൾ അത്രയധികം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അന്നത്തെ റിപ്പോർട്ടിങ്ങിനുള്ള സൗകര്യമൊന്നും ഇല്ലാതിരുന്നോണ്ടായിരിക്കാം ഇപ്പോൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു. അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടാവാം. പക്ഷെ എന്നാലും മഴയുടെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ സമയത്തിനകത്ത് അതിശക്തമായ മഴ പെയ്യുന്നു. അത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അപകടം, ഒന്നുകിൽ മിന്നൽ പ്രളയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മണ്ണിടിച്ചിലായിട്ടായിരിക്കാം. അങ്ങനെ അപകടങ്ങളും കൂടി സമ്മാനിച്ചിട്ടാണ് അങ്ങനെയുള്ള മഴ പോകുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനത്തിന്റെ ഫലമായിട്ട് അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിക്കുന്നത് കൊണ്ട് കൂടുതൽ നീരാവി വായുവിൽ തങ്ങി നിൽക്കുന്നു. അപ്പൊ അത് തണുക്കുമ്പോൾ ഒത്തിരി മഴവെള്ളം ഉണ്ടാവുന്നു. അപ്പൊ അത് കുറഞ്ഞ സമയത്തിനകത്ത് വളരെയധികം മഴ പെയ്യാനായിട്ട് ഭൂമിയിലേക്ക് മഴവെള്ളമായിട്ട് അത് വീഴുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഹൈ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരു ഇന്റൻസ് സ്പെൽ ഓഫ് റെയിൻഫോൾ നമുക്ക് എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ആവുന്നത്. പിന്നെ ഒരു ദിവസം മഴ പെയ്യുകയാണെങ്കിൽ പോലും അത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് കേന്ദ്രീകരിക്കുന്നത്. ദിവസം മുഴുവനും നിന്ന് പെയ്യുന്ന മഴയൊക്കെ വളരെ വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ പോലും നമ്മൾ 24 മണിക്കൂറിൽ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞെങ്കിലും മഴ തുടങ്ങിയത് രാത്രി 8 മണിക്കാണ്. അപ്പൊ ആ മഴ തന്നെ രാവിലെ മുതൽ തുടങ്ങിയിരുന്നെങ്കിൽ ഈ അപകടം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത് പെയ്ത് മഴവെള്ളം ഒഴുകിപ്പോവാനുള്ള ഒരു സാവകാശം ഉണ്ടായേനെ. ഇതിപ്പോ 20 അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ മഴ പെയ്തത് ഒരു 12 മണിക്കൂറിനകത്ത്, അതൊരു 24 മണിക്കൂറിലാണെങ്കിൽ സാധാരണ പോലെ അത് മഴവെള്ളം ഒഴുകി അധികം പ്രളയത്തിന്റെ നിലയിലേക്ക് പോവാതെ അത് ഒഴുകി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ പോയേനെ. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്താണ്, രാത്രി 8 മണിക്കാണ് മഴ തുടങ്ങിയത്. അപ്പൊ രാത്രി മുഴുവനും അതുപോലെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള മഴയാണ് പെയ്തത്. ശ്രീമതി നീത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ഈ മഴ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2018 പ്രളയത്തിനൊക്കെ ശേഷം അലേർട്ടുകൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന് മുൻപും അലേർട്ടുകളൊക്കെ നൽകുമെങ്കിൽ പോലും അത് ഇത്ര കണ്ട് നമുക്കൊന്നും പരിചിതമായിരുന്നില്ല. ഇപ്പം ആളുകൾക്ക് ഇന്ന് റെഡ് അലേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്, യെല്ലോ അലേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ചിലടത്ത് അലേർട്ടുകളില്ല, ഗ്രീൻ മാത്രമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും, സാധാരണക്കാർക്കും അടക്കം എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. പക്ഷേ ഒരു ജില്ലയിലെ റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചാൽ അത് ഏത് പഞ്ചായത്തിലാണ് ഏറ്റവും അപകട സാധ്യതയുള്ളത് അത് സാധാരണക്കാർക്ക് അറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഒരു കൂടുതൽ ലൊക്കേഷൻ സ്പെസിഫിക് മുന്നറിയിപ്പുകളിലേക്കൊക്കെ IMD നീങ്ങുന്നുണ്ടോ? IMDയുടെ ഭാഗത്തുനിന്ന് ഇത് നമ്മുടെ സയൻസിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ടാണ് കാണേണ്ടത്. കാരണം വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ഒത്തിരി നേരത്തെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നൗകാസ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അപ്പോൾ നൗകാസ്റ്റിൽ അപ്പൊ കിട്ടുന്ന റഡാറിലെയും സാറ്റലൈറ്റിലെയും മഴ മാപിനിയിലൊക്കെ വിവരം വെച്ചിട്ടാണ് നമ്മൾ നൗകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നൗകാസ്റ്റ് KSDMA വഴി പോകുന്നുണ്ട്. അതും ജില്ലാതലത്തിലാണെങ്കിൽ പോലും ഈ മഴയുടെ അളവ് ഒക്കെ നോക്കി എവിടെയാണ് കൂടുതൽ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ റഡാർ പിക്ചർ നോക്കി എവിടെയാണ് ഏറ്റവും കൂടുതൽ മേഘങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് മേഘങ്ങൾ നീങ്ങുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ
പറ്റും. പക്ഷേ ഒരു പഞ്ചായത്ത് തലത്തിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളം പോലെയുള്ള ഈ ഭൂമധ്യ രേഖയോട് അടുത്ത് കിടക്കുന്ന പ്രദേശത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഇവിടെ ഈ കാലാവസ്ഥ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടുത്തെ ആക്യുറസി വളരെ കുറവാണ്. പെട്ടെന്ന് മാറി മറിയുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഭൂപ്രദേശത്തുള്ളത്. അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഒരു 150 വർഷമായി IMD ഉണ്ടായിട്ട് അപ്പൊ അന്ന് മുതലുള്ള കാലാവസ്ഥ വിവരങ്ങളുണ്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടും മറ്റുമൊക്കെ നമ്മൾ IMD എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് മുഴുവനും കൂടി പറയേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള ഗവേഷണങ്ങൾ മറ്റൊക്കെ നടത്തുന്ന MOSന്റെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് IMD എന്ന് പറയുന്നത്. അപ്പൊ IMDയുടെ സഹോദര സ്ഥാപനങ്ങളും കൂടി ചേർന്ന് ഈ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചും മറ്റു പല പ്രാദേശിക മോഡലുകളൊക്കെ അങ്ങനെയുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു റിലയബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ രീതിയിലേക്ക് അതിന്റെ കൃത്യത വന്നിട്ടില്ല. അപ്പം പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റൽ മോഡലിൽ ആ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങനെ സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഗവൺമെന്റിന്റെ പല പ്രോജക്റ്റിന്റെ പാർട്ടായിട്ട് ഒബ്സർവേഷൻ നെറ്റ്വർക്കും നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലരും കേട്ടിട്ടുണ്ടാവും വിൻസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഒരു റെയിൻ ഗേജും ഓരോ ബ്ലോക്കിലും ഒരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനും വരുന്ന ഒരു സംവിധാനമാണത്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള സിസ്റ്റങ്ങളും പിന്നെ പുതിയതായിട്ടുള്ള സിസ്റ്റങ്ങളും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് എല്ലാ ഏജൻസികൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമാണത് വിൻസ് എന്ന് പറയും. അപ്പൊ അതൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, കേരളത്തിലും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ നിലവിലുള്ള IMDയുടെയും മറ്റ് ഏജൻസികളുടെയും ഈ നിരീക്ഷണ സംവിധാനങ്ങളും പുതിയതായിട്ട് വരുന്ന നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം ഓക്കെ. ശ്രീമതി നീത, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഈ മഴ പെയ്യുന്നു, അതേപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം മഴയുടെ തോതുണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പം അതിനൊപ്പം തന്നെയാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. ഇപ്പം ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അത് ഒരു മഴയുടെ മാത്രം പ്രശ്നമല്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പം നമ്മുടെ മണ്ണിന്റെ ഈർപ്പം, ഭൂപ്രകൃതി, അതിന്റെ ചരിവ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ കാരണമാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ IMDയുടെ മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ ജിയോളജിക്കൽ വിവരങ്ങളും ഒക്കെ കൂടെ ചേർത്ത് കൂടുതൽ കൃത്യമായ ലാൻഡ് സ്ലൈഡിംഗ് ഫോർകാസ്റ്റിംഗ് അത് സാധ്യമാണോ നിലവിൽ? IMDയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഈ വിവരങ്ങളെല്ലാം KSDMAക്കാണ് കൊടുക്കുന്നത്. അപ്പൊ KSDMA അതിൽ ഈ നമ്മുടെ നദികളിലും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും അതിശക്തമായ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും എല്ലാം ഐഡന്റിഫൈ ചെയ്ത് അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള ജനവാസ കേന്ദ്രങ്ങൾ ഏതെല്ലാം തരത്തിലാണ്, അവിടെ ആശുപത്രി സംവിധാനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മൾട്ടിപ്പിൾ ലെയേഴ്സ് എന്ന് പറയും. ഇതെല്ലാം സംവിധാനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് ഈ ഇൻഫർമേഷനെല്ലാം ഒന്നിച്ച് ചേർത്ത് പ്രോസസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം KSDMAക്ക് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ IMD ഒറ്റയ്ക്കല്ല ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം ഈ ലാൻഡ് സ്ലൈഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ മാപ്പ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും കാണാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഈ മണ്ണിടിച്ചിലിനും ലാൻഡ് സ്ലൈഡിനും സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതിൽ തന്നെ വയനാടും ഇടുക്കിയുമാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഒരു റെഡ് അലേർട്ട് ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്യുന്ന കുറച്ച് ദിവസം മഴ അടുപ്പിച്ച് പെയ്തു, മഴ പെയ്യാൻ സാധ്യത കൂടുതൽ ഉണ്ടെന്നുള്ളെങ്കിൽ അപ്പോൾ വെള്ളക്കെട്ടുണ്ടാവാനോ അല്ലെങ്കിൽ നദി കരകവിഞ്ഞൊഴുകി വെള്ളം വീടുകളിൽ കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആദ്യമേ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ശ്രീമതി നീത, മറ്റൊന്ന് ഇപ്പം ഈ മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴ നമ്മുടെ കേരളത്തിലും വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ ചുരുങ്ങിയ സമയത്ത് അതിതീവ്ര മഴ ലഭിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് വിദഗ്ധർ തന്നെ പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കൂമ്പാര മേഘങ്ങളുടെ ഉയരവും ഘടനയും ഒക്കെ മാറുകയാണോ? അതാണോ ശരിക്കും ഇത്തരം മഴയ്ക്കുള്ള കാരണം? നമുക്ക് മേഘങ്ങളുടെ, ഞാൻ ആദ്യം പറഞ്ഞ മഴയുടെ സ്വഭാവം മാറി എന്ന് പറയുന്നത് മേഘങ്ങളുടെ സ്വഭാവം മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കൂമ്പാരമേഘങ്ങൾ ഉണ്ടാവുന്നു. പ്രത്യേകിച്ചും നമ്മുടെ മൺസൂൺ സമയത്ത് സാധാരണഗതിയിൽ കൂമ്പാരമേഘങ്ങൾ അത്രയധികം ഉണ്ടാവാറില്ല. പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു സവിശേഷമായിട്ടുള്ളൊരു സ്ഥിതിയും കൂടി കാണുന്നുണ്ട്. അതിൽ ഈ കൂമ്പാരമേഘങ്ങളിൽ നിന്ന് ഒന്ന് ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്. മഴക്കാലത്ത് പൊതുവെ ഉണ്ടാവാത്തതാണ്. അപ്പൊ ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്, അതിശക്തമായ മഴ പെയ്യുന്നു, ചില സമയത്ത് അതിശക്തമായ കാറ്റും ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ടാണ്
നമ്മൾ ജൂൺ മാസത്തിൽ അതിശക്തമായ കാറ്റ് കൊണ്ടുണ്ടായ അപകടങ്ങൾ നമ്മൾ ഈ വർഷം കണ്ടു. കഴിഞ്ഞ വർഷവും മെയ് മാസത്തിലും ജൂലൈ മാസത്തിലും കാറ്റ് കൊണ്ടുണ്ടായ അപകടം. ഇപ്പോ കേരളത്തില് അതുകൊണ്ട് തന്നെ കാറ്റ് ഒരു വിനാശകാരിയായിട്ടുള്ള ഒരു കാലാവസ്ഥ ഘടകമായിട്ട് ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്രയധികം ഒരു കാറ്റുകൊണ്ട് നാശം ഉണ്ടായിട്ടുള്ള ഒരു ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മേഘങ്ങളുടെ ഒരു സ്ട്രക്ചർ മാറി എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഈ കുറഞ്ഞ സമയത്ത് അതിശക്തമായ മഴ പെയ്യുന്നത്. അപ്പോൾ മേഘവിസ്ഫോടനത്തിന്റെ ആ റേറ്റിലുള്ള മഴയൊക്കെ ഇപ്പോൾ ഒന്ന് നമുക്ക് നെറ്റ്വർക്ക് കൂടിയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് പല മേഘവിസ്ഫോടനങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വേനൽക്കാലത്തുണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ മഴക്കാലത്തുണ്ടായി, മഴയ്ക്ക് ശേഷം നമ്മൾ ഈ തുലാവർഷക്കാലത്തുമൊക്കെ പല സ്ഥലങ്ങളിലും മേഘവിസ്ഫോടനത്തിന് തുല്യമായ മഴയും ഉണ്ടായി. അതിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും മിന്നൽ പ്രളയങ്ങളും വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മിന്നൽ പ്രളയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സവിശേഷമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയുള്ളത്. ഇപ്പൊ ആദ്യം സേതു സൂചിപ്പിച്ച പോലെ ഇപ്പോ ഒന്ന് നമുക്ക് നേരത്തെ അത്രയധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡിസമിനേഷൻ സിസ്റ്റവും അത്ര എഫിഷ്യന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പാഠം പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരായി എന്നുള്ളതൊരു കേരളത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഓൾ ഇന്ത്യ ലെവലിലെ മീറ്റിങ്ങുകളിലൊക്കെ കേരളത്തിന്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെക്കാനിസവും കേരളത്തിലെ ആളുകളുടെ ഒരു റെസ്പോൺസും എപ്പോഴും വളരെ എന്താ പറയുക, അതിനെപ്പറ്റി വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും സംസാരിക്കാറുണ്ട്. കാരണം നമ്മളൊരു ത്രിതലത്തിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും അതിൽ തന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ ഒരു റോളും മറ്റുമൊക്കെ കേരളത്തിലെ മാത്രം പ്രത്യേകതയായിട്ട് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. റിയാക്റ്റീവായിട്ട് പ്രോആക്റ്റീവായിട്ട് നമ്മൾ അതിൽ പല നടപടികളും എടുക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് സേതു പറഞ്ഞ പോലെ ആളുകൾ ഒരു മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ TV ചാനലുകളാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും പെട്ടെന്ന് തന്നെ ആ മെസ്സേജ് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുന്നു, മുൻകരുതൽ നടപടികൾ എടുക്കുന്നു. അതുപോലെ അവനവന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാനും ഒക്കെ ശ്രീമതി നീത, ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ ഇപ്പൊ അങ്ങേ ഫ്രീ ആക്കാം. ഒരു കാര്യം കൂടി, കാരണം ഇപ്പം നമ്മളെ ഒരു വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇത് അസാധാരണമായ മഴയായിരുന്നു എന്ന് പറയാറുണ്ട്, ഇപ്പൊ പോലും പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അതിതീവ്ര മഴകൾ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ ഇതൊക്കെ അസാധാരണം എന്നുള്ളത് സാധാരണം എന്ന നിലയിലേക്ക് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇപ്പം 2018 പ്രളയം, വയനാട് ദുരന്തം, ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ, മഴ, ഇനി ഒരു കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു ദുരന്ത സാധ്യത കൂടിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരുന്നു എന്ന് തോന്നുന്നു. IMD ഡയറക്ടർ എന്നുള്ള നിലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ മഴ വെല്ലുവിളി എന്തായിരിക്കും? അങ്ങേക്ക് എന്താ തോന്നുന്നത്? അതിനെ നേരിടാൻ നമ്മുടെ സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങൾ, സാധാരണ ജനങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഒന്ന്, നമ്മൾ IMDയുടെ തലത്തിൽ നിന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത് ആദ്യം സൂചിപ്പിച്ച പോലെ ഏറ്റവും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വാർണിംഗ്സ് ഇഷ്യൂ ചെയ്യുക. അതുപോലെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള പോപ്പുലേഷനിലേക്ക് മാത്രം ആ മെസ്സേജുകൾ ചെയ്യുക. അവിടേക്ക് മാത്രം അവിടെ ഈ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്യാവുന്ന രീതിയിലേക്ക് 10 വർഷത്തിനകത്തേക്ക് വരേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന്, ഇതിന്റെ ആക്യുറസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള ഈ നമ്മൾ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നു, അതിനോടൊപ്പം കമ്പ്യൂട്ടേഷൻ ഫെസിലിറ്റി, അതായത് നമ്മൾക്ക് സൂപ്പർ കമ്പ്യൂട്ടർ പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടിപ്പോൾ നിലവിൽ. പക്ഷെ അത് കുറച്ചുകൂടി മെച്ചപ്പെടുന്ന രീതിയിലേക്ക് ആക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യതയുള്ള ഫോക്കാസ്റ്റ് കിട്ടും. അതും ഈ പഞ്ചായത്ത് തലത്തിൽ നിന്നൊക്കെ ആദ്യം സൂചിപ്പിച്ചു, പഞ്ചായത്ത് തലത്തിലേക്കുള്ള ഫോക്കാസ്റ്റ് ഒക്കെ വരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എല്ലാം ഒന്നും പബ്ലിക് ഡൊമൈനിലേക്ക് ഡിസ്കഷനിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും പല പ്രോജക്റ്റുകളുടെ പാർട്ടായിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് നമുക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മാറി മറിയുന്ന രീതിയിലാണ് സ്വതവേ. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു അഡീഷണൽ ഒരു ചാലഞ്ച് കൂടി വരുന്നത്. അപ്പോൾ ഏറ്റവും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു നമുക്കൊരു ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിസ്റ്റവും അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും ഉണ്ടായാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇപ്പൊ ചെറിയൊരു നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ റെസ്പോൺസ് ടൈമേ ഉള്ളെങ്കിൽ പോലും ആളുകളെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിക്കാനൊക്കെ പറ്റുക എന്ന് പറയുമ്പോൾ ജീവനഷ്ടം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ
ആം, ഒന്ന് നമ്മൾ ഒരു ഈ അടുത്ത കാലത്താണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. നമ്മൾ അത് വളരെയധികം മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് എല്ലാ കാര്യത്തിലും പെർഫെക്ഷനിലേക്ക് നമ്മളൊന്നും അതെ. പോയിട്ടില്ല. ഒന്ന് നമ്മൾ ഇത് പ്രകൃതിയാണ്. അൺപ്രഡിക്റ്റബിലിറ്റി എപ്പോഴും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് കൈകാര്യം ചെയ്യുന്ന കുറച്ചെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കാലേക്കൂട്ടി പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നടപടി എടുക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഹൈ ഇമ്പാക്ട് ഹൈലി ലോക്കലൈസ്ഡ് വെതർ ഇവന്റ്സ് ഫോർകാസ്റ്റ് ചെയ്യുക, അത് ലോകത്തെ എല്ലായിടത്തുമുള്ള കാലാവസ്ഥ ഏജൻസികൾ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും ഇതാണ്. ഈ ഹൈ ഇമ്പാക്ട് ഹൈലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെതർ ഇവന്റ്സ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഹൈലി ഡാമേജിങ് ആണ്. ഒരു പ്രദേശത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ പ്രദേശം മുഴുവനും നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ഉണ്ടാവുന്ന ഈ ഇതുപോലെയുള്ള വെതർ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും ഭാഗത്തുനിന്ന് അതിന് എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടിയൊക്കെ സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ഈ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഇതിന്റെ അകത്ത് പോകേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചർച്ചയൊക്കെ വ്യക്തമാണ്. ഇപ്പൊ നിലവിലെ ഈ ഒരു മഴ സാഹചര്യം അത് എത്ര ദിവസം കൂടി ഇതേപോലെ തുടരും? അതോ ഒരു ശമനം വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ ഉണ്ടാകോ? ഉണ്ട്. ഇന്നുകൂടി മഴ തുടരും. പക്ഷെ പല സ്ഥലങ്ങളിലും നമ്മളൊരു യെല്ലോ അലേർട്ടിന് സമാനമായിട്ടുള്ള മഴ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടില്ല, വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ആഡഡ് ആയിട്ട് ഒരു 10 സെന്റിമീറ്റർ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ബുദ്ധിമുട്ട് തോന്നും. നാളെയും മറ്റന്നാളും മഴ താരതമ്യേന വളരെ കുറവായിരിക്കും. പിന്നെ 5-ാം തീയതിക്ക് ശേഷം നമുക്ക് കുറച്ചുകൂടി ഒരു മഴ കൂടുതൽ പ്രതീക്ഷിക്കും. പക്ഷെ അതൊരു അപകട സാധ്യതയുള്ള മഴയല്ല. ഒരു സാധാരണ മൺസൂൺ മഴയായിട്ട് ആ ഒരു 3 ദിവസം അങ്ങനെ കടന്നു പോയിക്കോളും. അപ്പൊ ഓക്കെ. നാളെ മറ്റന്നാളും നമുക്ക് സുരക്ഷിതമായിരിക്കാൻ പറ്റും. ഇന്ന് കുറച്ചുകൂടി ഒന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മഴ ഉണ്ടാവും, അതിശക്തമല്ലെങ്കിൽ പോലും മഴയുണ്ടാവും. പല സ്ഥലങ്ങളിലും ആകാശം ഇപ്പോ വീണ്ടും ഒന്ന് മഴ, ഇപ്പൊ ഞാൻ റഡാർ പിക്ചർ ജസ്റ്റ് നോക്കിയിരുന്നു. പല സ്ഥലങ്ങളിലും മഴ തുടരുന്നുണ്ട്, ചെറിയ രീതിയിലാണെങ്കിൽ പോലും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സേഫ് ആകും. നാളെയും മറ്റന്നാളും ഒക്കെ ആകുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ. ശ്രീമതി നീത, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇത്രയും സമയം ചെലവഴിച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു.